നയൻതാരയും വിക്കിയും മുതൽ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റീസും ദുബായിൽ വരുമ്പോൾ കഴിക്കുന്ന റെസ്റ്റോറന്റ് പോയത് ദുബായിയുടെ ഫുഡങ്ങാടിയ കറാമയിലൂടെ നടക്കുമ്പോഴാണ് ഈ റെസ്റ്റോറന്റ് ശ്രദ്ധയിൽപ്പെട്ടത്. സത്യം പറഞ്ഞ മെനു കണ്ടപ്പോൾ എന്റെ കിളി പോയി. എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ തന്നെ നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരു ബിരിയാണി അങ്ങ് പറഞ്ഞു. ഒരു റൈത്തയും പിന്നെ ചിക്കൻ ബിരിയാണിയും പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് ഗ്രേവിയും. ആദ്യം തന്നെ ആ ബിരിയാണിയുടെ കുറച്ച് റൈസ് എടുത്തിട്ടു. പിന്നെ തമിഴ്നാട്ടുകാരെ പോലെ തന്നെ കുറച്ച് ഗ്രേവി ഒഴിച്ചു. പിന്നെ ആ റൈസും ആ ഗ്രേവിയും നല്ല രീതിയിൽ ഒന്ന് കുഴച്ചു. സംഭവം കഴിച്ചു. സംഭവം വെറൈറ്റി ആയിട്ട്, അതായത് എൻറ്റയർലി നമ്മളെ ബിരിയാണി നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ്. റൈസ് മുതൽ ചിക്കൻ പീസ് വരെ അതിന്റെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. അടുത്തത് നമ്മൾ പറഞ്ഞത് ചിക്കൻ ചെറ്റിനാടും കഞ്ഞക്കറുപ്പ് ചിക്കനാണ് ഇത് നമ്മുടെ ബൺ പൊറാട്ടയും പിന്നെ പൊരിച്ച പൊറാട്ടയും. എന്നിട്ട് ആദ്യം ആ പൊരിച്ച പൊറാട്ട ഒന്ന് എടുത്തിട്ട് അതിനുശേഷം നമ്മുടെ ചെട്ടിനാട് കറിയുടെ ഒരു ഗ്രേവി കുറച്ച് വെച്ചു. ആ പൊരിച്ച പൊറാട്ട നല്ല ചൂടുണ്ട്, തൊടുമ്പോൾ തന്നെ കൈ പൊള്ളുന്നുണ്ട് സത്യം. എന്നിട്ട് നല്ലോണം ഗ്രേവി ഒന്ന് മിക്സ് ആക്കിയിട്ട് സംഭവം കഴിച്ചു. സംഭവം പൊളി. ഫസ്റ്റ് ടൈം പൊരിച്ച പൊറാട്ട ശരിക്കും വേർത്ത് ഓഫ് ട്രൈങ് ആയിട്ട് എനിക്ക് തോന്നി. അതിനുശേഷം കുറച്ച് ചെട്ടിനാടിന്റെ ഒരു പീസും പിന്നെ ഗ്രേവി വെച്ചു. അതിനുശേഷം ചെറിയ പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കി, അങ്ങനെ ഉണ്ട് നോക്കാലോ. ഇതാണ് മക്കളെ ചിക്കൻ ചെട്ടിനാട് ശരിക്കുള്ളത്. അടുത്ത നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ബൺ പൊറാട്ടയാണ്. അതിലേക്ക് നമ്മുടെ കഞ്ഞക്കറുപ്പ് ചിക്കൻ ഇട്ടു, പിന്നെ കുറച്ച് ചെട്ടിനാടിന്റെ ഗ്രേവിയും. ഏതായാലും കഴിച്ചു നോക്കാം. ബൺ പൊറാട്ട ഈ സാധനം ശരിക്കൊരു ഡ്രാഗൺ ചിക്കൻ ഒക്കെ പോലെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു തമിഴ്നാട് സ്റ്റൈലിൽ ശരിക്കും ഒരു പുളിയുള്ള ഒരു ഡ്രാഗൺ ചിക്കൻ പോലെ തന്നെ ഉണ്ട്. ഫുഡൊക്കെ തന്നെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇനി കറാമയിൽ പോകുമ്പോൾ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി വെക്കാം. പിന്നെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുമാണ്. നമുക്ക് വന്ന ബില്ല് ഞാൻ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.